ഓക്കെ സോ വൺ ഓഫ് ദ നമുക്ക് പഠിക്കാം. സോ കോമൺ യൂസേജസ് നമ്മൾ കുറേ പഠിച്ചു. യാനി അല്ലേ, യാനിയൊക്കെ പഠിച്ച ഓർമ്മയല്ലേ? അതുപോലെയൊക്കെയുള്ള ഒരു യൂസേജ് ആണ് എന്ത്, തറ. ഓക്കെ, സംസാരത്തിൽ എപ്പോഴും അധികം സ്റ്റാർട്ടിങ്ങിലാണ് പറയാ തറ അല്ലേ. അപ്പോൾ അതായത് യുനോ ആക്ച്വലി അല്ലേ, നമ്മൾ ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ ഐ മീൻ എന്നുള്ളതൊക്കെ പറയില്ലേ, അതേ രീതിയിൽ പറയുന്നതാണ് ഈ തറ എന്നുള്ളത്. ഓക്കെ തമാം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മീൻസ് എങ്ങനെ ഇപ്പൊ ഈ തറ വരിക എന്ന് ആലോചിക്കും. പക്ഷെ അത് ജസ്റ്റ് ഒരു നമ്മളിപ്പം ഐ മീൻ ഇല്ലേ, നോക്ക് ഇല്ലേ എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ളൊരു സംഭവമാണ് തറ. അപ്പൊ തറക്ക് ഇന്ന മീനിങ് നമുക്ക് പറയാൻ പറ്റൂല. സോ യുനോ നിനക്കറിയില്ലേ, വർക്കൊക്കെ ഇന്ന് നല്ല ബിസിയാണ് അല്ലേ, ജോലിയൊക്കെ ഇപ്പോൾ നല്ല ബിസിയാണ്. സോ സേ തറ ദവാമലിയോ സഹ്മ. ഓക്കെ, ജസ്റ്റ് ദവാമലിയോം സഹ്മ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ജോലിയൊക്കെ ഇപ്പം നല്ല ഭയങ്കര തിരക്കാണ് ഇപ്പൊ ജോലി എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ അത് പക്ഷെ അതിന്റെ കൂടെ തറാന്ന് യൂസ് ചെയ്യും, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിനക്കറിയില്ലേ അങ്ങനെയുള്ളൊരു സംഭവം. അതായത് നമ്മൾ ഒരാളെടുത്ത് പറയല്ലേ, അപ്പം ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യുനോ ആ ഒരു രീതിയിൽ പറയാണ് തറ. ഇനി നോക്കൂ, ഇനി ബാക്കി നിങ്ങൾ പറയട്ടോ. ബാക്കിയൊക്കെ എല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. സോ ഇഫ് യു ആർ ലേറ്റ് യു മൈറ്റ് നോട്ട് ഫൈൻഡ് പാർക്കിംഗ് അല്ലേ. ലേറ്റ് ആയി കഴിഞ്ഞാൽ പാർക്കിംഗ് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. സോ പറയൂ, ഇഫ് യു അപ്പൊ ആർ ലേറ്റ്. തറ അവിടെ ആഡ് ചെയ്യണം അല്ലേ? ആഡ് ചെയ്യുക. അത് തറ നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഓക്കെ. ഒരാളടുത്ത് പറയാം എനിക്കറിയില്ലേ, അതുപോലെ നമ്മൾ പറയില്ലേ ഇപ്പം ഇപ്പം പിന്നെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലേ എന്നൊക്കെ പറയില്ലേ. അപ്പോഴൊക്കെ നമ്മൾ എന്ത് പറയും, തറ അല്ലയോ എന്താണ് അഷിയ മറ, വിലയാണ് ആലി അല്ലേ. തറ നല്ല എന്തായാലും വിലയാണ്, ചോദിച്ചത് കേട്ടില്ല എക്സ്പെൻസീവ് സർ. ആണ്. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് എന്ന് പറയില്ലേ നമ്മള്. എക്സ്പെൻസീവിന്റെ വേർഡ് ഓ മറന്നോ, ആലി. നമ്മൾ ഒരാളെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഹാലക്ക് ആലിന്ന് അല്ലേ. ഒരു എക്സ്പെൻസീവ് ഒരു പ്രൈസ് എന്താണ് ഭയങ്കര നല്ല ഒരാളൊക്കെ, നല്ല ഒരാളെന്നല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ മോർ റെസ്പെക്റ്റ്ഫുൾ ഒക്കെ കൊടുക്കുന്ന ഒരു വേർഡും കൂടിയാണ് എന്ത്, ആലി എന്നുള്ളത്. ലൈക്ക് ഹാലക്ക് ആലി എന്നൊക്കെ വിളിക്കാം. നമ്മൾ സ്പോൺസേഴ്സിനെയൊക്കെ നമുക്ക് വിളിക്കാം, ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. ഓക്കെ, അത് അപ്പൊ ആലി എക്സ്പെൻസീവ് തന്നെയാണ്, എക്സ്പെൻസീവിനും ആലി എന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോഴൊക്കെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, തറ എന്നുള്ള സംഭവം ആഡ് ചെയ്യും. തറ. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അവരിനി പറയുമ്പോഴേ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിരുന്നു എന്താണ് ഇവരിങ്ങനെ സംസാരം തറ 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 പറയുന്നത് എന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കണക്ഷൻ വേർഡാണ്. അപ്പോൾ അവ അറിയാതിരിക്കാൻ പറ്റൂല, കാരണം ഇവർ കുറേ ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ അതിൽ തറ തറ, അതായത് നോക്ക് മനസ്സിലായില്ലേ, നിനക്കറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയണം അവർ നമ്മളെടുത്ത് പറയുമ്പോൾ. ഓക്കെ, സോ എന്താണ് അപ്പൊ ഇവിടെ പറയാണ് എന്ത്, തറ ദവാമല്യവും സഹമ അല്ലെ. ഇപ്പൊ നല്ലതാണ്. അപ്പൊ ഇഫ് യു ആർ ബിറ്റ് ലേറ്റ് യു മൈറ്റ് നോട്ട് ഫൈൻഡ് പാർക്കിംഗ്. if you are late അപ്പൊ إذا تأخرت شوي you might not. അപ്പം മുംകിൻ ഫൈൻഡിന് എന്താണ് നമ്മൾ പറഞ്ഞു, ഐ ഫൗണ്ട് മൈ കീ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അൽക്കാണ്, അൽക്കാന്നാണ് ഐ ഫൈൻഡ്. പാസ്റ്റ് ലക്കി. അപ്പൊ യു ഫൈൻഡ് തൽക്ക തൽക്ക മാ തൽക്ക. തൽക്ക ആ പാർക്കിംഗ് മവാക്കിഫ്. മവാഖിഫ് ഓർ മൗഖിഫ്. ഓക്കെ, മൗഖിഫ് സയ്യാറ. ക്ലിയർ ആണോ? ഇനി ഒന്ന് കൂട്ടി പറയാൻ നോക്കൂ. തറ എന്താണ്, അപ്പം اليوم دوام زحمة. إذا تأخرت شوي ممكن ما تلقى مواقف. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ. സി ഐ ആം ടെല്ലിങ് യു ടു ദിസ് നോട്ട് ടു അപ്സെറ്റ് യു അല്ലേ. ഞാൻ എന്നോട് പറയണത് തന്നെ അപ്സെറ്റ് ആക്കണം, ബട്ട് യു നോ ദ ട്രൂത്ത്. ഓക്കെ, അപ്പം അഗൈൻ തറ അന അനക്കുൽ നിന്നോട് പറയാണല്ലോ. അപ്പം ലക് ദിസ് ഇസ് നോട്ട് ടു അപ്സെറ്റ് യു അല്ലേ. അപ്സെറ്റ് യു എന്ന് പറയുമ്പോ എന്താ? അപ്പം അവിടെ പിന്നെ പറയുന്നത് പിന്നെ അഷാൻ അസാൽ, അസാൽ ആണല്ലോ അല്ലേ. ലാ തസൽ എന്നൊക്കെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? തസൽ അതുപോലെ തന്നെയാണ്, സാഡ് ആക്കുക, ഡിസ്റ്റർബ് മീൻസ് മൈൻഡിന് ഡിസ്റ്റർബൻസ് ആക്കുക എന്നൊക്കെ നമുക്ക് പറയാം അസാലക്. ഓക്കെ, അസാലക്. സാലാൻ അറിയില്ലേ,
സാഡ്, അപ്സെറ്റ് ആവുക, സാലാണ്. അതന്നെയാണ് അസാൽ. ഇനീഷ്യലി പഠിച്ചിരുന്നു, ആ എക്സ്പ്രഷൻസ് പഠിച്ചു. സോ ഇത് അസാലക്. ഫുള്ളായിട്ട് വൈപ്പ് ചെയ്യണം ഇപ്പം സത്യത്തിൽ പറഞ്ഞാല്. ചില വേർഡ്സുകളൊക്കെ ഇങ്ങനെ മിസ് ആവുന്നുണ്ട് ആ ആദ്യം പഠിച്ചത്. ആ ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? സാരല്ല, എന്നാലും പിന്നെ കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്ത് ജാലാന് നമ്മള് ആംഗ്രി ആവുകയല്ലേ? ആ അതിൽ നിന്ന് വന്നത് തന്നെയാണ്. അപ്സെറ്റ് ആക്കുക, ഡിസ്റ്റർബ് ചെയ്യുക ഒക്കെ ആ, എന്നുള്ള രീതിയിലാണ് അസാൽ എന്ന് പറയാറുണ്ട്. അസാൽ അല്ലേ? നമ്മൾ ഡിസ്റ്റർബ് ആ, ചെയ്യരുത് എന്ന് പറയുന്ന ലാ തസാൽ എന്നാണല്ലോ പറയാ. ഓക്കെ, അല്ലേ? ഡോണ്ട് ഡിസ്റ്റർബ് ഹിം, ലാ ആ, തസാൽ. ഓക്കെ, അല്ലേ? അപ്പൊ അവിടുന്നാണ് ആ ഡിസ്റ്റർബ് ചെയ്യുക, അപ്സെറ്റ് ആക്കുക, ഇടങ്ങാറാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അസാൽ യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ ഒന്നുകൂടി പറയൂ. സോ അപ്പൊ തറ അന ആ അന قلت لك ഉം, this is not to upset you. ഉം, അപ്പം പിന്നെ എന്താണ് അഷാൻ ഉം. നോട്ട വേണ്ടേ? അപ്പൊ അതെവിടെ പറയാ? അവിടെ ഇങ്ങനെ പറയാം, അന മാ ഗുൽത്തുലക് എന്ന് പറയാം. അവിടെ യൂസ് ചെയ്യാം ആ ഇത്. അന മാ അപ്പൊ ഞാനത് ഗുൽത്തുലക്. പറയുന്നില്ല എന്നല്ലേ ഐ ഡിഡ് നോട്ട് സേ. വരിക? അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താണ്, അന ഗുൽത്തുലക് ഹാദൽ ഗലാം അഷാൻ ശരിയാണ്. നോട്ട് ഐ ഡിഡ് നോട്ട് അസാലക്. സേ ടു അപ്സെറ്റ് യു തന്നെ നമ്മൾ ആ ഒരു പറയുമ്പോ രീതിയിൽ. പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. അഷാൻ മു തറ അസാലക് അവിടെയും പറയാം. ഉം, ഓക്കെ, ഓക്കെ. അപ്പൊ തറ അന മാ ഉം, ഉം, قلت لك ഉം, هذا ഉം, كلام ഉം, عشان ഉം. then أزعلك. ബട്ട് യു നോ ദ ട്രൂത്ത്. ലാക്കിൻ ഇതിൽ എഴുതിയ لا നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ لكن എന്താണോ വരുന്നത് പറഞ്ഞാൽ മതി. لكن യു നോ ദ you know ട്രൂത്ത്. عارف you know യു എന്ന് നോ. പറയുമ്പം ആ عرفت. താരിഫ്, താരിഫ്. تعرف താരിഫ് എന്ന് تعرف പറയുമ്പോൾ sorry ഐ تعرف. അണ്ടർസ്റ്റുഡ് മീൻസ് എനിക്ക് അറിഞ്ഞു എന്നുള്ള രീതിയിലല്ലേ വരിക. آه സോ تعرف. ലാക്കിൻ حق حق പറയൂ. പറയാം, truth. ഹക്ക് പറയാം. അതന്നെ ഇതിൽ ഇവിടെ എഴുതിയത്, ഹക്കീക്ക, ഹക്ക് പറയാം. അപ്സോ എന്താണ്, ലാക്കിൻ താരിഫ് അൽ ഹക്ക്, അല്ലെങ്കിൽ ഹക്കീക്ക, നിനക്കറിയാം സത്യം എന്താണെന്ന്. അപ്പൊ ഇവിടെ എഴുതിയത് ബസ് ആശാൻ തെക്കൂൻ, അതായത് സെയിം പോലെ തന്നെ, പക്ഷെ നിനക്ക് യു വിൽ ബി നോയിങ് ദ ട്രൂത്ത് എന്നുള്ള രീതിയിലാണ് തെക്കൂന്. യു വിൽ ബി നോയിങ് അല്ലേ? ആ വിൽ ബി ആണ് അവിടെ വന്നത്. പക്ഷെ നമുക്ക് ജസ്റ്റ് അഷാൻ താരിഫ് ഹക്ക് അല്ലേ, നിനക്ക് സത്യം അറിയാം. സോ തറ അനമാ ഗുൽത്തുലക്, നോക്ക് ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ. ഓക്കെ, നോ ലിസൺ. ഇഫ് യു ഡോണ്ട് ഫിനിഷ് വർക്ക് ഏർലി യു വിൽ ഗെറ്റ് ടയേർഡ്. സോ അപ്പോൾ ലിസൺ, അപ്പോൾ നമുക്ക് ലിസൺ എന്നല്ല, നമുക്ക് ഇസ്മാനി എന്ന് പറയാം അല്ലേ? പക്ഷെ അതിൻ്റെ പകരം നമുക്ക് തറയും ഉപയോഗിക്കാം, നോക്ക് എന്നുള്ള രീതിയിൽ. നോക്ക് അല്ലേ? നോക്ക്, ഇതാ ഹല്ലസ്ത ഷുഗൽ ബദരി അല്ലേ? നീ നേരത്തെ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ എന്താണ്, യു വിൽ ഗെറ്റ് ടയേർഡ്. എങ്ങനെ പറയൂ? എന്താ ഒന്നുകൂടി പറയാ? തറ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. ഇഫ് യു തറ ഡോണ്ട് ഇഫ് യു ഫിനിഷ് ദ വർക്ക് ഏർലി ടുഡേ. ഏർലി. അപ്പം എന്താണ് ഇഫ് ആഡ് ചെയ്യണമല്ലോ. അപ്പൊ തറ ഇതാ മാ خلصت الشغل early അല്ലേ? അപ്പം ബദ്രി اليوم യു you വിൽ will get ഗെറ്റ് tired. ടയേർഡ്. بتعبان. ശരിയാണ്. താപാനല്ല. അപ്പൊ ടയേർഡ്, അതായത് പാസ്റ്റൊക്കെ പോകുമ്പോൾ നമ്മൾ അന താപ്ത് എന്നൊക്കെ പറയും. എനിക്ക് മടുത്തിയായി, എനിക്ക് മടുത്ത് എന്നൊക്കെ പറയില്ലേ നമ്മള്. ഞാൻ ക്ഷീണിച്ച്, പാസ്റ്റ് ഒരു സംഭവം കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ പറയില്ലേ, അവിടെ നമുക്ക് താപാനെന്നും പറയാം, അല്ലെങ്കിൽ അന താപ്ത് അല്ലേ? ഞാൻ എന്തായി, കുഴഞ്ഞ് കഴിഞ്ഞു, അതായത് മടുത്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ. മല്ലയത്ത് എന്ന് പറയട്ടോ മടുത്തു എന്നുള്ളത്. അപ്പൊ യു വിൽ ഗെറ്റ് ടയേർഡ്. അപ്പൊ ഗെറ്റ് ടയേർഡ് എന്ന് വരുമ്പം നമുക്ക് ഒന്നും കൂടി താബ് പറയാം. ഓക്കെ, അതിന്റെ അപ്പൊ പാസ്റ്റ് بتعب. ഫോമാണ്. സോ വിൽ ആവുമ്പോൾ വില്ലും കൂടെ ഉണ്ടാവും, ബി താബ്. تعب. ഇനി بتعب ബി you will get. താബ് എന്നാട്ടോ പറയാ. ബി താബ്. ചിലതിൽ അതിന്റെ ബേന്റെയും താന്റെയും ഇടയിൽ ഒരു തായും കൂടെ വരും. ഇതുപോലെ നമ്മൾ പറയും ബി തെക്കെല്ലം ഒക്കെ ഉള്ള രീതിയിൽ ബി താബ് എന്ന് വരും. ഇനി വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾക്ക് താബാൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒക്കെ പുതിയത് ഇങ്ങനെ പഠിപ്പിച്ച് തരാന്നേ ഉള്ളൂ കേട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബി താബ് എന്ന് പറയാം, അല്ലെങ്കിൽ ബി താബ് എന്ന് പറഞ്ഞാൽ പറയാം. ഓക്കെ, എന്താണ്, യു വിൽ ഗെറ്റ് ടയർഡ് ടുമോറോ ബിക്കോസ് യു ഹാവ് ആൻ അപ്പം ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. بتعب بتتعب غدا അല്ലെങ്കിൽ ബുക്ര. ബിക്കോസ് എന്ന് പറയുമ്പം ബിക്കോസ് പറയുമ്പം ബിക്കോസ് എന്താ?
ആ ലൈന പറയണ്ട, നമുക്ക് ആശാൻ തന്നെ പറയാം. ആശാൻ ആ പറയാം ഈ അല്ലേ? ആ ലഅന്ന ഓക്കെ. ലി അന്നാന്നും പറയാറുണ്ട്, ലി അന്നാന്നോ അല്ലെങ്കിൽ അതായത് ഞാൻ തീർച്ചയായും ആ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് ആ ആ അല്ലേ. അതും യൂസ് ചെയ്യാം, അത് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാണ് ലി അന്ന. പക്ഷെ നമുക്ക് ആശാൻ എന്നാണ് സംസാരത്തിൽ അധികം ഉപയോഗിക്കുക. ആ സോ ആശാൻ യു ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. മീറ്റിംഗ്. അപ്പം ആശാൻ ഇന്റക് ആ മീറ്റിംഗ് ഇജിത്തമാ അല്ലേ? ആ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇമ്പോർട്ടന്റ് മുഹിമ്മാണ് ഇമ്പോർട്ടൻ്റ്, മുഹിമ്മ്. മുഹിം അല്ലേ? ഹാദൽ അപ്പം മാവു ഇന്റക് ഹാദൽ മാവു ഇജിത്തമാ മുഹിം. യെസ്, സി ഹാദൽ മാവു മുഹിമ്മ്, ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. സോ ഉം, മുഹിമ്മാണ് ഇമ്പോർട്ടൻ്റ്, എപ്പോഴും അറിയേണ്ട ഒരു നൗൺ തന്നെയാണ് കേട്ടോ, അഡ്ജക്റ്റീവാണ്. ഇമ്പോർട്ടൻ്റ് എന്താണ്? മുഹിമ്മ്. ഉം, ഓക്കെ, ഉം. അപ്പോൾ തറ എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? തറ കൂട്ടിയിട്ട് പറയും അല്ലേ. ഉം, ഇനി ഉം. അല്ലി, അല്ലിയുടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലേ. അല്ലി ഇതില് മുമ്പ് ആ പറഞ്ഞിരുന്നു. ചെയ്തിട്ട് ഉള്ള എന്നുള്ള അർത്ഥം, ഉള്ള. ഓക്കെ, ഓ ആര് ചെയ്തിട്ടുള്ള ചെയ്തിട്ടില്ല, കണ്ടിട്ടുള്ള, പോയിട്ടുള്ള. അപ്പം ആ ഉള്ള എന്നുള്ള ഉം, മീനിങ് ആണ് എന്തിന് വരിക? ഉം. അല്ലിയുടെ അത് മീനിങ് നീ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുള്ള ഉള്ളാണ്. അത് ഒരു ആ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള നീ ആ പറഞ്ഞിട്ടുള്ള മുദീർ ഇതല്ലേ എന്ന് ചോദിക്കുന്നത്. ചോദിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ മോന് ക്യാഷ് കൊടുത്തു. ഓക്കെ, ഉം, നമ്മൾ ഉം. പിന്നെ ഷോപ്പിങ്ങിന് പോയിട്ട് മോനോട് ചോദിക്കും, നിനക്ക് തന്നിട്ടുള്ള ക്യാഷ് എവിടെ? സോ വെൻ അല്ലി ഫുലൂസ്, ആ അല്ലി വെൻ അല്ലി ഓ, ഫുലൂസ് തനിക്ക് ഐ ഗേവ് യു. കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള ഇതെവിടെ ആ വെയിൻ അത് അപ്പം വെൻ അല്ലി ആ അല്ലി പൈസ ഇവിടെ തന്നിട്ടുള്ള പൈസ ഉണ്ടല്ലോ, അപ്പം വെൻ ഫുലൂസ് എന്ന് ചോദിക്കൂല, അപ്പോൾ എവിടെ പൈസ എന്നേ ആവുള്ളൂ. വെൻ ആ അല്ലി ഫുലൂസ് അല്ലേ, ഞാൻ തന്നിട്ടുള്ള പൈസ ഇവിടെ. ആ ഒരു രീതിയിലാണ് അല്ലി യൂസ് ചെയ്യുക. ഓക്കെ, സോ അവിടെ ഇപ്പം സോറി അവിടെ ഞാൻ തന്നിട്ടുള്ള എന്നുള്ളതിന് ആ തന്നതിന്റെ ആ വെർബ് പറയണ്ടേ? എന്താ ഞാൻ അത് പറയണ തന്നത് ഫുള്ള് സെന്റൻസ് ഐ ഗിവ് ഫുള്ളാക്കിയില്ല നമ്മൾ അറബിയില്. വിച്ച് ഐ ഗേവ് യു, അപ്പൊ എങ്ങനെ പറയാം? വിച്ച് ഐ ഗേവ് യു. ഗിവിന്റെ ഗിവ് എന്താണ്? ഗീവിന് ഗീവ് അല്ലാഹു ഗീവ് ഗീവ് എന്താണ്? ഗിവ് മീ വാട്ടർ. ആ ആ ജിബ് ജിബ് ആ ജിബ് ജിബ് ജീബ് സോറി ഗിവ് ആണോ? അല്ല, ജീബ് ജീബ് ജിബ് ഗിവ് ഗീവ് ആണോ? ഗീവ് ആണ് ഗീവ് ആണ് ഗീവ് മീ ജിബിലി. ജീബ് ഗിവ് അല്ലല്ലോ. ജീബിന്റെ മീനിങ് എന്താണ്? ബ്രിങ് അല്ലേ, ബ്രിങ് അല്ലേ ജീബ്. നമ്മൾ ഓ ആ റെസ്റ്റോറൻറ്റിൽ ഫുള്ള് പഠിച്ചു, ജീബും പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ജീബ് വേറൊന്നും ജീബ് പഠിച്ചു. ജീബ് ഗിവ് എന്താണ്? ബ്രിങ് മീ അത്താണ്. സോറി സോറി അത്ത് അവന് കൊടുക്കുക, അച്ചു അത്താണ് അച്ചു അച്ചു അല്ലേ. അച്ചു അപ്പം ഐ ഗേവ് യു അതിന്റെ പാസ്റ്റ്, ഞങ്ങൾക്ക് ഒരു കോൾ അയച്ചിട്ടില്ലേ, കുറേ കോളംസ് ആ ടെൻസിന്റെ പ്രസന്റ് അതൊക്കെ അത്. നോക്കിയത് തന്നെയാണ്, ആ പക്ഷെ ചില ദിവസം ആ മൊത്തം അത് ബ്ലാങ്ക് ആവും. അത് നിങ്ങൾ ഇങ്ങനെ അപ്പം, ഒന്നരാടെങ്കിലും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്താലും നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇന്നിരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക. ഇത് ഈ മെസ്സേജ് അയക്കുമ്പോ തന്നെ ഞാൻ നോക്കലുണ്ട്, ആ പക്ഷെ ഇന്നലെ എനിക്കത് പറ്റിയിട്ടില്ലായിരുന്നു. ആ അതാണ് സംഭവം എന്ന് വെച്ചാൽ അങ്ങനല്ല, എപ്പോഴും മനസ്സിലായി. നോക്കലൊക്കെ ഉണ്ട്. സോ എന്താണ്? അത്ത ആണ് ഐ ഗീവ് അല്ലേ. ഐ ഗേവ് ആയത്ത ആകുമ്പോൾ അത്തയ്ത്ത്. അത്തെ ആത്തേറ്റ് അപ്പൊ നിനക്ക് ആത്തേറ്റ് തന്നത് ഐ ഗേവ് യു അത്തയ്ത്ത് ലക്ക്. ആത്തേറ്റ് ലക്ക് 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 അല്ലെങ്കിൽ ക്ക്. സോ സോ വെൻ അൽ ഫുലൂസ് ആത്തേറ്റ് അല്ലി അത്തയ്ത്ത് ലക്ക്. ലക്ക് മനസ്സിലായി, ഞാൻ നിനക്ക് أنا أعطيت തന്നിട്ടുള്ള لك പൈസ ഇവിടെ. وين علي فلوس أعطيت لك. യെസ്, ഓക്കെ. ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, ഈ തന്നിട്ടുള്ള, പോയിട്ടുള്ള. അതുപോലെയുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ദിസ് ഈസ് ദ റെസ്റ്റോറൻറ്റ് ദാറ്റ് വി ഗോ ഓൺ ദ വീക്കെൻഡ്. അതായത് നമ്മൾ വീക്കെൻഡിൽ അപ്പം പോയിട്ടുള്ള. ആ ദിസ് ഈസ് ദ റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോ ദിസ് ഈസ് ദ വിച്ച് വി ഗോ, നമ്മൾ പോവാറുള്ള റെസ്റ്റോറൻറ്റ് ഇതാണ് അല്ലേ. പോവാറുള്ളത് പ്രസന്റിൽ പറയണം. വന്നു. അപ്പോ പറയേണ്ടത് ആ ദിസ് ഈസ് ദ റെസ്റ്റോറന്റ്. ഉം, അപ്പം ഹാദ ആ മത്താം ആ അല്ലി ആ നമ്മൾ പോവാറുള്ളത് ആ അല്ലേ. വി ഗോ. നറു നെറോ. നറു എപ്പം? ഫിൽ ഫിൽ വീക്കെൻഡ്. എന്താണ് വീക്കെൻഡ് അല്ലേ. ഫിൽ വീക്കെൻഡ്. അപ്പോൾ വീക്കെൻഡ് തന്നെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിഹായത്ത് എന്താ ലുസ്ബോൾ എന്നൊക്കെ പറയും. ഇപ്പോൾ ഒക്കെ വീക്കെൻഡ് തന്നെയാണ് എല്ലാവരും പറയാറ്. സോ ഹാദ മത്തം അല്ലിനറോ ഫിൽ വീക്കെൻഡ് അല്ലേ, നമ്മൾ പോവാറുള്ള മത്തം ഇതാണ് അല്ലേ. കാരണം ഇറ്റ് ഈസ് ക്ലോസ് ടു ഹോം ആൻഡ് ദ പ്രൈസ് ഈസ് കാരണം റീസണബിൾ. عشان ആ عشان قريب من البيت യെസ്, ആൻഡ് و പ്രൈസ്
ചീപ്പാണല്ലോ അല്ലേ? അപ്പൊ പ്രൈസസ് ആർ റീസണബിൾ. പ്രൈസ് അതെങ്ങനെ? എന്ന് പറയാൻ മനാസിബ് അല്ലേ? നമുക്ക് മനാസിബ് അല്ലേ ഇവിടെ പ്രൈസ്? സിയറല്ലേ നമ്മൾ പഠിച്ചത്. മനാസിബിന്റെ നമ്മൾ പറയുമ്പോൾ സിയർ പറയാം. വില സിയർ കം സിയർ. കംസിയർ എന്ന് അപ്പം പറഞ്ഞ അതിന്റെ പ്ലൂറലാണ് മനാസിബ് ആണ് ചീപ്പ് അല്ലേ? ചീപ്പ് റഹീസ് അല്ലേ? ആ, ഒരു മുനാസിബ് അല്ല എന്ന് ഇവിടെ പറയുമ്പോ ഈ സെന്റൻസ് സ്യൂട്ടബിൾ അല്ലേ? മുനാസിബ് എന്ന് പറയുമ്പോ മുനാസിബ് അല്ലേ? ആ ഓക്കെ. ലൈക്ക് ദ മുനാസിബ് പക്ഷേ മുമ്പും പറഞ്ഞതിൽ മുനാസിബ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലല്ലോ. ഇതുപോലെ ഞാൻ ഇതുവരെ ചീപ്പ് എന്ന് മുനാസിബ് പറയണേല്. ഞാൻ ഇതുവരെ നമ്മളെ ക്ലാസ്സിൽ മുനാസിബ് ഞാൻ ഡിസ്കസ് ചെയ്തില്ല. അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയാം. അപ്രോപ്രിയേറ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള ഒക്കെ വേർഡ് എന്നുള്ള പറഞ്ഞിട്ടില്ലേ? രീതിയിലാണ്, സ്യൂട്ടബിൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ മുനാസിബ് യൂസ് ചെയ്യുന്നത്. അല്ല, നോട്ട്സിൽ മുനാസിബ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പക്ഷെ പെട്ടെന്നത്. ഞാൻ എൻ്റെ സെഷനിൽ എനിക്ക് ഞാൻ മുനാസിബ് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. എന്നാലും ഞാൻ വേറെ എവിടെയോ കണ്ടതായിരിക്കും ആയിരിക്കാം. എന്റെ. സോ നമുക്ക് പ്രൈസിന് സിയർ കം സിയർ എന്നൊക്കെ നമ്മൾ പറയാം. കം സിയർ അതിന്റെ പ്ലൂറലാണ് അസാർ. ഓക്കെ. ഇവിടെ റീസണബിൾ എന്നുള്ള രീതിയിൽ മുനാസിബ്, അത് നിങ്ങളിപ്പോ ഇവിടെ തന്നെ വായിച്ചതേക്കാരം. അല്ല, പ്രൈസിന് മുന്നേ ഇവിടെ സിയർ എന്നൊക്കെ പറയാം. പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പറഞ്ഞതല്ല, ആ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അത് റീസണബിൾ ആണ് ശരിയെന്നെ. എന്നുള്ള രീതിയിൽ പ്രൈസ് റിലേറ്റഡ് തന്നെയാണ്. ഓക്കെ. സോ ഇവിടെ നമുക്കെന്ത് പറയാം? വ അസാർ. വ അസാർ സിയറിന്റെ പ്ലൂറലാണ് എന്ത്? അസാർ. വ അസാർ മുനാസിബ. അസാർ അല്ലേ? അപ്പൊ സിയർ. ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ. സിയർ അതിന്റെ പ്ലൂറൽ പ്രൈസ്. അസാർ. ഓക്കെ ഓക്കെ. ഓക്കെ. അസാർ പ്രൈസ്. അപ്പോ ഒന്നുകൂടെ പറയണ്ടേ? ആദ്യം മുതൽ. പറഞ്ഞോളൂ. هذا المطعم ആ اللي എന്താണ് that we go. അപ്പോ ഇപ്പൊ എന്താണ് نروح في الويكند عشان قريب من بيت و أسعار الأسعار أسعار മുനാസിബ്. ചീപ്പിന് വേറെ നിങ്ങൾ വേർഡ് പറഞ്ഞല്ലോ, അതൊന്ന് പറഞ്ഞുതരോ? റഹീസ്. റഹീസ്. ഇതിപ്പം റീസണബിൾ ആയതുകൊണ്ടാണ് മുനാസിബ് എന്ന് പറയുന്നത്. റഹീസ്. ഓക്കെ. അല്ലെങ്കിൽ റഹീസ് ആണ്. റഹീസ് ഖായാണ്. ഖാലി ഓപ്പോസിറ്റ് റഹീസ്. ഖാലി. ഓക്കെ ഓക്കെ. സോ അല്ലി അല്ലേ? ഇനി ഞാൻ ആ സെന്റൻസ് ഒന്ന് ഫുൾ ആദ്യം പറയാട്ടോ. ദ ഗേൾ ഐ സോ യെസ്റ്റർഡേ ഇൻ ദ മാർക്കറ്റ്. ഇന്നലെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ആ പെൺകുട്ടി വാസ് ആസ്കിങ് അബൌട്ട് സം പ്രൊഡക്റ്റ് അല്ലേ? അപ്പം അതാണ് അപ്പോൾ കണ്ടിട്ടുള്ള ആ പെൺകുട്ടി. സോ ദ ഗേൾ ഐ സോ യെസ്റ്റർഡേ ഇൻ ദ മാർക്കറ്റ്. ട്രൈ യു. ദ ഗേൾ ഐ സോ. അപ്പം അൽബിന്ത് അല്ലി ഐസോ അല്ലേ? അപ്പൊ ഞാൻ കണ്ടു അല്ലേ? കണ്ട പാസ്റ്റ് ആണ് ഐസോ. അപ്പൊ ഷുഫ്ത് അല്ലേ? യെസ്. البنت اللي شفت أمس في السوق. Yes. Was asking about same product. So she أبا was كانت asking ആണ്. Yes, she was. كانت تسأل. كانت تسأل. She was asking. About എന്ന് പറയുമ്പം അന്ന് ആഡ് ചെയ്യണം. About the product. സെയിം പ്രൊഡക്റ്റ് ആണ്. സോ സെയിം നമ്മൾ എന്താ പഠിച്ചത്? നഫ്സ് അല്ലേ? നഫ്സൽ മക്കാൻ, അതേ പ്ലേസിൽ. സെയിം സെൽഫ് എന്നുള്ള അർത്ഥം നമ്മൾ പഠിച്ചില്ലേ? നഫ്സ്. അതുപോലെ ഒരു സെയിം എന്നുള്ളൊരു നമ്മൾ നഫ്സ് ആണ് ഉപയോഗിക്കുക. സോ ആ നഫ്സ് മുൻതജ് ആണ് പ്രൊഡക്റ്റ്. മുൻതജ്. യൂട്യൂബിലൊക്കെ അഡ്വർടൈസ്മെന്റിലൊക്കെ, അറബിക് അഡ്വർടൈസ്മെന്റിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു പ്രൊഡക്റ്റിന്റെ ഒക്കെ പരസ്യമാണെങ്കിൽ ഹാദൽ മുൻതജ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. സോ البنت اللي شفت أمس في السوق كانت تسأل عن نفس المنتج. അല്ലേ? അതേ പ്രൊഡക്റ്റിനെ കുറിച്ച്. ദാറ്റ് ഐ വാസ് ലുക്കിംഗ് ഫോർ അല്ലെ? അതന്നെ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എഗെയിൻ നിങ്ങൾക്ക് എന്ത് പറയാം? നഫ്സൽ അല്ലി അഗെയിൻ. അല്ലി ഐ വാസ് ലുക്കിംഗ്. അല്ലി കുന്ത് അദൗവർ. അദൗവർ ആണ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ഞാൻ തെരഞ്ഞ അതേ പ്രൊഡക്റ്റ് ആണ് എന്ത് മാർക്കറ്റിലുള്ള ആ കുട്ടിയും ചോദിച്ചത്.
മനസ്സിലായോ? അപ്പൊ അവിടെ കല്ല് അല്ലേ? Dawar. That I was looking for. Kuntu dawar. ദവാർ എന്ന് പറഞ്ഞാല് ദൗവർ അതുവർ ഐ സെർച്ച് അതുവർ അദൗവർ എന്നാ പറയാ. അദൗവർ അതുവർ എന്ന് പറഞ്ഞാൽ ഐ സെർച്ച് ആണ്. ദൗവർത്ത് ഐ സെർച്ച്ഡ്. ഓക്കെ, ദൗവർത്ത് ബിഫ്താഹ് ഫിൽ ബൈത്ത് ഐ സെർച്ച്ഡ് കീ ഇൻ ദ ഹൗസ്. പാസ്റ്റ് ഒക്കെ വേർബ്സ് ആണ്. സോ ദാറ്റ് ഐ വാസ് ലുക്കിംഗ്. സോ അല്ലി കുന്ത് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ സെർച്ചിങ് എന്നുള്ള രീതിയിലാണ്. കുന്ത് അതുവർ. അദൗവർ. ഓക്കെ, അപ്പൊ ഇവിടെ 2 അല്ലി വന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ അല്ലേ? ദ മാനേജർ ഹും ഐ സ്പോക്ക് അബൌട്ട് ദ പ്രോബ്ലം. ഓക്കെ, പ്രോമിസ് മീ ദാറ്റ് ഹി വുഡ് സോൾവ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, സോ ദ മാനേജർ ഹും ഐ സ്പോക്ക്. മാനേജർ that I spoke about. മാനേജർ മാനേജർ മുദീർ അല്ലി ആ ഞാൻ സംസാരിച്ചത്. അപ്പം അത്തക്കല്ലം അല്ലെങ്കിൽ ഇവിടെ സ്പോക്ക് ആണെങ്കിൽ കല്ലംത്ത് എന്നും പറയാം, പാസ്റ്റ് ആയതുകൊണ്ട് അല്ലേ? ഞാൻ സംസാരിച്ച. അപ്പം അൽ മുദീർ അല്ലി തെക്കല്ലംത്ത് പറയാം, അല്ലെങ്കിൽ അത്തക്കല്ലം അല്ലേ? ഞാൻ സംസാരിച്ച മുദീർ എന്താണ്? ഐ സ്പോക്ക് അബൌട്ട് ദ പ്രോബ്ലം. അപ്പം പ്രോബ്ലം മുഷ്കിലാണല്ലോ. അപ്പൊ അൻ മുഷ്കില. പ്രോമിസ്ഡ് മീ. പ്രോമിസ്ഡ് ആണ് എന്ത്? അദ്നി. അദ്നി പ്രോമിസ്ഡ് മീ. അദ്നി അദ്നി പ്രോമിസ്ഡ് മീ എന്താണ്? ഹി വുഡ് സോൾവ്. ഹല്ലാണ് സൊല്യൂഷൻ കേട്ടോ. ഹല്ല് ഹല്ല് അല്ലേ? ഹല്ല് എന്നാ പറയാ. അപ്പൊ ഹി വുഡ് സോൾവ്. ഹി വിൽ സോൾവ് എന്നാണല്ലോ അല്ലേ? അപ്പൊ ഈ പിന്നെ എന്താണ് പ്രോമിസിന്റെ ബേസ് വേർഡ് എന്താണെന്ന് അറിയോ? വാദാണ് എന്ത്? പ്രോമിസ്, വാദ്. ഓക്കെ, വാദാണ് പ്രോമിസ്. ഓക്കെ, വാദ്. അപ്പം വാദ് നീ പ്രോമിസ്ഡ് മീ അല്ല, അദ്നി അല്ലേ പ്രോമിസ്ഡ്. അദ്നി എന്ന് പറഞ്ഞാൽ പ്രോമിസിങ് മീ എന്നാവൂലേ? അദ്നി വെറും നിങ്ങൾ പറഞ്ഞ ബേസ് വേർഡ് എന്താ പറഞ്ഞത്? വാദാണ്. വാദ്. വാദിനി. വാദിനി എന്നാണല്ലേ? വാദിനി. സ്ക്രീനിൽ ഒന്ന് നോക്കൂ. പക്ഷെ നിങ്ങളിപ്പോ അദ്നി പറഞ്ഞോ, അതുകൊണ്ട് ഞാൻ വാദിനിയാണ്. വാദിനി. അപ്പൊ അതിന്റെ ബേസ് വേർഡ് എഴുതിക്കോളൂ, വാഴത്. സോ വാഴത് നീ. ഇപ്പൊ പ്രോമിസ് ചെയ്തു. എന്താണ്? ദാറ്റ് he would solve the problem. വേണ്ട, ഉറങ്ങിക്കോ. ഒരു മിനിറ്റ്, സോറി കേട്ടാ, മോനും വേണീട്ട്. ഇല്ല അത് വെക്കണ്ട. മോൻ കിടന്നോ, ഉറങ്ങിക്കോ. സ്ലീപ് റസീം. സോ നോക്ക്. അപ്പൊ ഇത് അതിന് ഹെല്ലിൻ്റെന്ന് എഴുതാം. ഹെല്ല് എന്ന് എഴുതിക്കോളൂ. നമ്മൾ ഒരാൾ സോൾവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹെല്ല് എന്ന് പറയും. മക്കളോട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഹെല്ല് എന്ന് പറയും. ഓക്കെ, അപ്പൊ സോൾവ് എന്ന് അമ്രായിട്ട് പറയും, ഹെല്ല്. ഓക്കെ, അതുപോലെ തന്നെ സൊല്യൂഷനും ഹെല്ല് തന്നെ പറയാം, സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ. ഇനി ഞാൻ അപ്പം ഹീ സോൾവ്സ്, അതിന്റെ ബേസ് വേർഡ് യഹില്ലാണ്. യഹില്ല് ബേസ് വേർഡ്. യഹില്ല്. ഓക്കെ, അപ്പം ഐ സോൾവ് ആവുമ്പം അഹില്ലാവും. ഇനി സോൾവ്ഡ്, ഐ സോൾവ്ഡ് ആകുമ്പോ എങ്ങനെ മാറും അത്? ഹല്ലേത്ത്. അപ്പൊ ഇവിടെ നോക്കൂ, ഹീ സോൾവ് ആണ്. സോ എങ്ങനെ വരും? യഹില്ല് വരും അല്ലേ? യഹില്ല്. ഹീ വിൽ സോൾവ് ആണ്. അപ്പൊ ബി യഹില്ല്. ഓക്കെ, സോ എന്താണ്? ഹീ സോ ബി യഹില്ല്. ആ പ്രോബ്ലം എന്നുള്ളതിനാണ് ഹ എന്ന് നമ്മൾ യൂസ് ചെയ്യും. ബിഹില്ലഹ, അത് സോൾവ് ചെയ്യും എന്നുള്ള രീതിയിൽ ബിഹില്ലഹ എന്ന് പറയാം, അല്ലെങ്കിൽ ബിഹില്ല് അല്ലേ? മുദീർ എന്താവും? സോൾവ് ചെയ്യും. എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ. സോ അതിന് ഫി അക്രബ് വക്ത് എന്ന് പറയാം കേട്ടോ. ഏറ്റവും അടുത്തതായ സമയം. ആസ് സൂൺ ആസ് എന്നുള്ളതിന് ഫി അക്രബ് വക്ത്.
അല്ലേ? അക്രബ്. ആ ഗരീബ് എന്നുള്ള അടുത്ത സമയം മീൻസ് പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് ഫി അക്രബ് വക്ത് എന്ന് യൂസ് ചെയ്യും നമ്മൾ. ഓക്കെ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സെൻറ്റൻസ് നമുക്ക് അങ്ങനെ മീൻസ് നമ്മൾ ഒരു അറബിനോട് സംസാരിച്ച് കഥകളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ ഉണ്ടാവുക. പക്ഷെ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എത്തണം. ഇത് നമ്മൾ സാധാരണ നോർമൽ കാര്യങ്ങൾ പറയുന്നത് ഫുൾ അറബിയിൽ പറയാൻ കിട്ടണം. ഇതൊക്കെ ചെറിയ ഇത് ചെറിയ ചപ്പിട്ടാന്ന് പറയുമ്പോ തന്നെ ആ അറബി നമ്മളോട് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങും. അതാണ് അത് ഈ വേർബ്സ് കൊറേ നമ്മള് അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഹണ്ട് ചെയ്ത് തന്നെ പഠിക്കണം. വേർബ്സും നൗൺസും ജസ്റ്റ് ഇപ്പോൾ നിങ്ങളൊരു ഹാൻഡ് എടുത്ത് നോക്കി എത്ര കാര്യങ്ങളുണ്ട് ഹാൻഡില്. ഒക്കെ ഇപ്പോൾ നൗൺസ് അല്ലേ. ഈവൻ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പം നമ്മളൊരു ബോഡി എടുക്കുകയാണെങ്കിൽ എത്ര പാർട്സ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഒരു കാർ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര പാർട്സ് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ അറിയില്ല അതിൻ്റെ ഓരോന്നിൻ്റെ പേരെന്താ പറയാന്നല്ലേ. ബാറ്ററി, റേഡിയേറ്റർ, സ്റ്റിയറിങ്, ആക്സിലർ, അതുപോലെ ഇതിനൊക്കെ അറബി ഉണ്ടാവും. അപ്പോൾ അത് നൗൺസ്. ഇനിയിപ്പോൾ നൗൺസ് അത്ര അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വേർബ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ വേർബ്സ് വേണ്ടേ. അതാണ്. ഇപ്പം നമ്മൾ കുറേ പഠിച്ചില്ലേ, ഇന്ന് ഹെല്ല് പഠിച്ചു, വാത് പഠിച്ചു അല്ലേ. മുൻതജ് പഠിച്ചു. മുൻതജ് മുൻതജ് പഠിച്ചു. വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ ബാക്കിയൊക്കെ പിന്നെ യൂസേജ് ആണ്. ഓക്കെ, അപ്പം അല്ലി കഴിഞ്ഞു. ഇനി ഗബിൽ മാ നമ്മൾ പിന്നെ വാട്സപ്പ് പ്രാക്ടീസിൽ പഠിച്ചിരുന്നു അല്ലേ. ഗബിൽ മാ അത് എപ്പോഴാണ് ഉപയോഗിക്കുക? ബിഫോർ തന്നെയാണ്. പക്ഷെ രണ്ട് വേർബ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗബിൽ മാ എന്ന് ഉപയോഗിക്കാം. സോ ബിഫോർ ഐ ഗോ ടു വർക്ക് ഐ സ്റ്റോപ്പ് ബൈ ദ കഫേ അല്ലേ. ജോലിക്ക് പോകണം. അപ്പം ബിഫോർ അപ്പൊ എന്താണ് ബിഫോർ ഐ ഗോ ടു ദ വർക്ക് ഐ സ്റ്റോപ്പ്. അറൂഹ് അറൂഹൻ ഐ ഗോ എന്നായില്ലേ. ബിഫോർ ഐ ഗോ അവിടെ നമ്മൾ ഈ ഗബിൽ മാ യൂസ് ചെയ്യേണ്ടത്. ശരിക്കും ഗബിൽ അറോഹ് അദ്ദവാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ബിഫോർ ഐ ഗോ ടു വർക്ക് ഐ സ്റ്റോപ്പ് ബൈ ദ കാഫേ. സോ രണ്ട് വേർബ് വരികയാണ് അല്ലേ. ഐ ഗോയും വരുന്നുണ്ട്. അല്ല, കബിൽമ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് ആ കബിൽമ നമ്മളെ രണ്ടാമത്തെ സെന്റൻസിന്റെ അങ്ങനെയല്ലേ ഇത്? രണ്ടാമത്തെ ഫസ്റ്റത്തെ നമ്മൾ യൂസ് ചെയ്യാം. അല്ല, ഫസ്റ്റ് തന്നെ അല്ല. ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോ ഐ സ്റ്റോപ്പ് അറ്റ് ദി എന്താണ്, അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് കോഫി ബിഫോർ ഐ ഗോ ടു വർക്ക് എന്നല്ലേ നമ്മൾ പറയുക. അപ്പൊ അവിടെ കബിൽമ കാരണം അവിടെ എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഐ ബ്രിങ് കോഫി എന്നുള്ളത് അതല്ലേ പറഞ്ഞത്. ബിഫോർ സെക്കൻഡ് ടൈം നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് പറയാം. ഇപ്പൊ ഇത് ഈ സെന്റൻസ് തന്നെ നോക്കൂ. ഐ സ്റ്റോപ്പ് ബൈ കഫേ ബിഫോർ ഐ ഗോ ടു വർക്ക്. അതും പറയാം. അല്ല, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചപ്പോഴേ ഞാനത് എനിക്കറിയില്ല. എവിടെയാണോ നമ്മൾ ബിഫോർ യൂസ് ചെയ്യുന്നത് രണ്ട് വെർബിന്റെ ഇടയിൽ അവിടെ നമുക്ക് ഗബിൽമ യൂസ് ചെയ്യാം. അപ്പല്ല, കബിൽമാന്റെ ഒരു ഇതുള്ളത് രണ്ടാമത്തെ അത് കഴിഞ്ഞ് ഫോളോ ചെയ്യണതിന്റെ പ്രസന്റ് ടെൻസ് ആക്കണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ ഈ ഒരു സെന്റൻസിൽ പറയാം നമ്മള്? അതാ ബിഫോർ ഐ ഗോ ടു വർക്ക്. അതന്നെ ഗബിൽ മാ അറൂഹ് അദ്ദവാം. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് അല്ലേ? ബിഫോർ ഐ ഗോ ടു വർക്ക് ഇതിപ്പോ എന്താ, ഇത് പാസ്റ്റ്, ഇത് എന്നും നടക്കുന്ന കാര്യമല്ലേ. ഞാൻ ജോലിക്ക് പോകുന്നതിന്റെ മുന്നേ അല്ലേ. ഐ സ്റ്റോപ്പ് ഇൻ ദ കഫേ, ഞാൻ കഫേയിൽ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇത് പ്രസന്റ് തന്നെ അല്ലേ. ഇതെങ്ങനെ പാസ്റ്റ്? ബിഫോർ ഐ വെന്റ് ടു വർക്ക് അല്ലല്ലോ. ശരിയാണ്. ജോലിക്ക് പോകുന്നതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് ബിഫോർ ഐ ഗോ ടു വർക്ക് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇംഗ്ലീഷിലായാലും നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനത് എഴുതി വെച്ചപ്പോ അങ്ങനെ ഒരു അത് നമ്മള് അത് ബാധമാന്റെ ശേഷം നമ്മൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിപ്പോ ഗബിൽമയാണ്, പ്രസന്റിലാണ് നമ്മൾ പറയാം. ഗബിൽമ അറൂഹ ദവാം. ഇവിടെ എന്താണ്? ഐ സ്റ്റോപ്പ് ബൈ കഫേ. അപ്പൊ ഇവിടെ ഈ എക്സാമ്പിൾ യൂസ് ചെയ്തത് അമുർ എന്നാണ്. ഓക്കെ, അമുർ എന്ന് പറഞ്ഞാൽ ഐ പാസ് ബൈ അല്ലെ. ഞാൻ പാസ് ചെയ്യാറുണ്ട്. ഐ വിൽ കം ബൈ ഒക്കെ എന്നുള്ള രീതിയിലാണ് അമുർ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഐ സ്റ്റോപ്പ് ബൈ എന്നുള്ളത് അമുർ അല്ലേ. എന്താണ്, ഞാൻ എപ്പോഴും ജോലിക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള കോഫി ഷോപ്പിനെ പാസ് ചെയ്തിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിലാണ് അമുർ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ആ ടേം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വഗീഫ് എന്ന് പറയാം നിങ്ങൾക്ക്, ഐ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ. വഗീഫ് അല കോഫി അല്ലേ, ഞാൻ കോഫിക്ക് വേണ്ടിയിട്ട് പിന്നെ നിർത്താറുണ്ട്. ഓക്കെ, അങ്ങോട്ട് എന്താണ് പറയുന്നത്? വിച്ച് ഈസ്
നെക്സ്റ്റ് ടു മൈ ഹൗസ്. ആ കോഫി ഷോപ്പ് എന്താണ്? നെക്സ്റ്റ് ടു മൈ Which ഹൗസ്. സോ next നിങ്ങൾക്ക് to അവിടെ അല്ല് opposite യൂസ് is ചെയ്യാം. Ali. ആ Ali. ആ Kareem. ആ Kareem mean by. നെക്സ്റ്റ് നമ്മൾ ഗരീബാണോ പഠിച്ചത്? ജമ്പ് പഠിച്ച ഓർമ്മയുണ്ടോ? ആ ജംബൽ ജമ്പ് മദ്രസ നെക്സ്റ്റ് ടു. ആ ബിസൈഡ് മീ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ആണല്ലോ പറഞ്ഞത്. ആയിട്ടുള്ളത്. നിയർ എന്നാണ് ഓർത്തത്. ആ സോറി. സോ അപ്പൊ ജംബൽ ബൈത്ത്. ജമ്പ് ജമ്പൽ ബൈറ്റ്. എന്തിനാണ്? ആശാൻ ഐ ഗെറ്റ് മൈ കോഫി ഓർ ഓ ആശാൻ ഐ ടേക്ക് മൈ കോഫി, അങ്ങനെ പറഞ്ഞോളൂ. ആശാൻ ആശാൻ ഗെറ്റ് ഉം, ഗെറ്റ് അല്ലല്ലോ. ഉം. ഗെറ്റ് എന്നുള്ള ഇവിടെ ടേക്ക് എന്നാണ്. ഞാൻ കോഫി എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്താണ് യൂസ് ചെയ്യുക? അഹദ ഉം, അല്ല ആഹുദ് ആഹുദ്. ആഹുദ് ആശാൻ ആഹുദ് കഹ്വ ആഹുദ് ഗഹുവ കഹ്വ ആൻഡ് സ്റ്റാർട്ട് മൈ ഡേ. ആൻഡ് സ്റ്റാർട്ട് വ അബദ സ്റ്റാർട്ട് അബദയാണല്ലോ. അബ്ദ യൗമി. ജവാബ് യോമി. പിന്നെ ഇവിടെ വിഹുദു എന്നുണ്ട്. കാമിലി ഹാദിയൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആൻഡ് സ്റ്റാർട്ട് മൈ ഡേ കാമിലി എന്നാണെങ്കിൽ അബ്ദ യോമി ബിഹുദു അല്ലെ. ഇത് ഹാദിയൊക്കെ പഠിച്ച ഒരു ഓർമ്മയുണ്ടോ? വലിയൊരു സെന്റൻസ്. ആ കാമിലി. സി നോക്കൂ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്ന അറബി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂട്ടോ. ഗബിൽ മ അറൂഹ ദവാം അമുർ അല കോഫി അൽ ജംബൽ ബൈത്ത് عشان آخذ قهوتي وأبدأ يومي بهدوء. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇതും പറയാം. രാവിലെ എണീറ്റാലേ അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ വീട്ടിൽ നിന്നും ഒരു കോഫി ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ അത് എടുത്തു പോകും. സോ ദാറ്റ് ഐ ക്യാൻ എൻജോയ് ഒക്കെ എന്നുള്ള രീതിയിൽ പറയാം. നമ്മൾ പറയാറില്ലേ? ചിലർ പറയും എനിക്ക് രാവിലെ കോഫി നിർബന്ധമാണ്, കാരണം കോഫി കുടിച്ചാൽ ഒരു ഉഷാറാണ്, ഒരു ഉന്മേഷമാണെന്നൊക്കെ പറയില്ല. അതേപോലത്തെ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലത്തെ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ. എന്നും 2 സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ മതി, അതേ ഞാൻ പറയുള്ളൂ. പുതിയ 2 സെൻറ്റൻസസ് എല്ലാ ദിവസവും ഉണ്ടാക്കുക. അതിൽ പ്രപ്പോസിഷൻസും ഇതുപോലെ കണക്റ്റിംഗ് വേർഡ്സും അതുപോലെ ചില യൂസേജസ് ഒക്കെ കൊണ്ടുവരിക. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എന്ത് ചെയ്യുക, ടി വിയിൽ വാച്ച് ചെയ്യുക. അറബിക്ക് ഇപ്പം കുട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അറബിയിലുള്ളത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാച്ച് അധികം ചിലതൊക്കെ അതിൽ ലിറ്ററേച്ചർ അറബി ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഈ കുട്ടികളെ മീൻസ് ഞാൻ കാർട്ടൂണൊക്കെ. മുന്നേ അറബിക് സീരിയൽ കാണുമായിരുന്നു. പിന്നെ എം അങ്ങനെ ബി സി പഠിക്കാൻ ഇല്ലേ, വേണ്ടി. MBC ഇല്ലേ, MBCയുടെ ചാനലില്ലേ, NBC അതിൻ്റെത് ഷോർട്ട് ക്ലിപ്സ് ഇംഗ്ലീഷ് കണ്ടാൽ മതി. ഇംഗ്ലീഷ് MBC. ഡബ് ചെയ്യും. ആ അറബിക്കില് ഡബ് അതിൽ ചെയ്യണ. സൗദി ഡയലക്റ്റ് തന്നെ സംസാരിക്കുക. അപ്പം ചെറുത് കണ്ടാൽ മതി, ജസ്റ്റ് ചെറുത് കണ്ടാൽ മതി. എന്നിട്ട് ആ സെൻറ്റൻസ് എന്ത് ചെയ്യുക, കാണാതെ പറഞ്ഞ് പഠിക്കുക. പറഞ്ഞു. ഞാൻ ഹിന്ദി പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പിന്നെ അന്ന് ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് ഈ ഹൃതിക് റോഷൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നു. ഓ അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഹിന്ദി അങ്ങനത്തെ പുതിയ മൂവീസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ കാസറ്റ് എടുത്ത് കാണണം. അങ്ങനെ ഈ കാസറ്റ് എടുത്ത് കാണുമ്പം ഇതിൽ ചഹ്താഹൊക്കെ അങ്ങനെ കണ്ടത്, അതിൽ സബ് ടൈറ്റിൽ ഉണ്ടാവും അല്ലേ? എന്നിട്ട് ആ സബ് ടൈറ്റിൽ ഇംഗ്ലീഷിലായിരിക്കും, അതിൻ്റെ അറബി കേൾക്കും, അല്ല അതിൻ്റെ ഹിന്ദി കേൾക്കും, എന്നിട്ട് ഹിന്ദി കാണാ പഠിക്കും. മേ ഐ ഹെൽപ്പ് യു, ക്യാ മേ ആപ്കോ മദദ് കർ സക്താ ഹെ. ഇത് കാണാതെ പഠിച്ചിട്ട് അങ്ങനെ ഹിന്ദി പഠിച്ചു. സ്കൂളിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം സ്കൂളിലൊക്കെ നമുക്കറിയാലോ. പക്ഷേ ഈ മൂവീസ് കാണാൻ വേണ്ടി, കാരണം എല്ലാ മൂവീസിലും സബ് ടൈറ്റിൽ ഉണ്ടാവില്ല, അപ്പോൾ മനസ്സിലാക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താവും, സബ് ടൈറ്റിലുള്ളത് കണ്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലാക്കും. സാധാരണ നമ്മളെ ഉള്ളിൽ ആ ഫയർ വേണം. അപ്പം നമുക്ക് അപ്പോൾ പിന്നെ സബ് ടൈറ്റിൽ ഇല്ലാത്തത് നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞ പോലെ എല്ലാം ഒന്നും നമുക്ക് കിട്ടൂലെങ്കിലും ഏകദേശമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഒറ്റൊരു വേർഡ് എടുക്കുക, അപ്പം അതുപോലെ അത് അറബി പറഞ്ഞ് അതേ ടോണിൽ സ്ലാങ്ങിൽ പറഞ്ഞ് പഠിക്കുക. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ അറബ് സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, കാണാനും നല്ല രസമാണ്. അപ്പം അതിൻ്റെയൊക്കെ ചെറിയത് ഇങ്ങനെ ഇത്തിരി ഒരു ദിവസം കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് പറഞ്ഞ് പഠിക്കുക. വേഗം പഠിക്കും കേട്ടോ, വേഗം പഠിക്കും. അങ്ങനത്തെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പം നമുക്ക് റിസോഴ്സസ് ഒക്കെ കുറേ ഉണ്ട്. പിന്നെ അറബ്സിനോട് സംസാരിക്കുക. ഇനി എന്താണ്, ബിഫോർ വി ട്രാവൽ ടു റിയാദ് വി നീഡ് ടു അറേഞ്ച് ദ ബാഗ്സ്. കബലമാ നമ്മൾ ട്രാവൽ ചെയ്യണല്ലോ. അപ്പം നസാഫിർ
ഇല്ല റിയാദ് ആ we have to pack the bag യെസ് അല്ലേ അറേഞ്ച് arrange അറേഞ്ച് ചെയ്യാ ഓർഡർ ആക്കി വെക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്താ പറയാ തർത്തീബ് തർത്തീബ് ആക്കാന്നാണല്ലോ ചെയ്യാം. പറയാ അപ്പൊ അപ്പം നമ്മളാണ് ചെയ്യുന്നത്. അപ്പം അപ്പൊ നുറത്തിബ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് നുറത്തിബ് ചെയ്യുന്നത്. നുറത്തിബ് ഷന്ത നുറത്തിബ് ഷാന്ത. പിന്നെ എന്തിനാണ്? ടു മേക്ക് ഷുവർ ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആർ വിത്ത് അസ്. സോ ടു മേക്ക് ഷുവർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് മേക്ക് ഷുവർ ചെയ്യണത് അല്ലേ. അപ്പം വന്നത്ത് അക്കീദ് അല്ലേ. അക്കീദ് പറഞ്ഞാൽ എന്താ? ഉറപ്പാക്കുക. ഉറപ്പ് എന്നാണ്. അക്കീദ് ഉറപ്പാണ് എന്നുള്ള രീതിയിൽ പറയും. ഉമ്മ പോവൂലേ, ഉറപ്പല്ലേ എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് പറയും? അക്കീദ് ഉറപ്പാണ്. അതാണ് ആ മുത്ത്. അപ്പൊ ഇവിടെ എന്താണ്? നത്ത് അക്കത് വി മേക്ക് ഷുവർ ആണ്. we make sure എന്താണ്? ഓൾ ദ നതഅബ് all the എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താ all the ഡോക്യുമെന്റ്സ്. ഇമ്പോർട്ടന്റ് മുഹമ്മദ് അല്ലേ. മുഹിം അപ്പം all the make sure all the അപ്പൊ കുല്ലു ഔറാഖ് മുഹിമ്മ. ഔറാഖ് ആദ്യം പറയാം, എന്നിട്ട് മുഹിമ്മ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആദ്യം ഡോക്യുമെന്റ്സ് പറഞ്ഞു. നമ്മൾ ജദീദ് മലാബിസ് എന്ന് പറഞ്ഞ പോലെ. സോ കുല്ലു ഔറാഖ് മുഹിമ്മ അല്ല ഔറാഖ് മുഹിമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നല്ലേ. ഇപ്പൊ അല്ലേ. ഇപ്പം ഈ പാക്കുമായി ബാഗ്സ് എന്നുള്ളതിന് നമുക്ക് ഒന്നുകിൽ എന്ത് പറയാം? റത്തിബ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അജഹിസ് പറയാം. റെഡി ആക്കുക എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെയാണ് പാക്കിന് പറയാ കേട്ടോ. പാക്കിനായിട്ടൊരു വേർഡ് ഉണ്ടോ എന്ന് അറിയില്ല. സാധാരണ ഇങ്ങനെയാണ് പറയാ. ഒരു തർത്തീബാക്കി വെക്കുക, റത്തീബാക്കുക, അല്ലെങ്കിൽ ജഹിസ് ആക്കി റെഡി ആക്കി വെക്കുക എന്നുള്ള രീതിയിലാണ് പറയാറ്. ഓക്കെ, സോ ഗബൽ ഓക്കെ അല്ലേ. ഇനി നമുക്ക് ബാദക്ക് പോകാം. ബാദമ അല്ലേ. സോ ആഫ്റ്റർ ഐ ഫിനിഷ്ഡ് വർക്ക് ഇൻ ദ ഓഫീസ് ഐ വെന്റ് വിത്ത് മൈ കൊളീഗ്സ്. after I finished بعدما خلصت الشغل في مكتب I went അപ്പൊ رحت with my colleagues അല്ലേ. رحت مع എന്താണ് അസ്ഹാബ് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയി. അപ്പൊ നമുക്ക് കൊളീഗ് തന്നെ പറയാം. ജംലായി എന്ന് പറയാം. ജംല അല്ലേ കൊളീഗ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ കൊളീഗ്സ് നമ്മൾ ജംല എന്ന് പറയാം. സോ മാ ജംലായി. എവിടേക്കാ പോയത്? ടു എ നിയർ ബൈ റെസ്റ്റോറന്റ് ആൻഡ് വി ഹാഡ് ഡിന്നർ ദേർ. സോ ടു എ നിയർ ബൈ സോ റഹ്ത മാ ജംലായി ഇല മത്അം ഖരീബ്. യെസ്, ആൻഡ് വി ഹാഡ് ഡിന്നർ. ഹാഡ് ഡിന്നറിന് ഒറ്റ വേർഡ് നമ്മൾ പഠിച്ചു അല്ലേ. താശൈത്ത്. ഐ ഹാഡ് ഡിന്നർ താശൈത്ത്. അപ്പൊ വി ഹാഡ് ആവുമ്പോ താശൈന. ഓക്കെ, അപ്പൊ താശൈന വി ഹാഡ് ഡിന്നർ. ഓക്കെ, ഇനി നോക്കൂ. ആഫ്റ്റർ വി റീച്ച്ഡ് ഹോം വി സാറ്റ് ഇൻ ദ ലിവിംഗ് റൂം. ആഫ്റ്റർ വി റീച്ച് ഹോം ബാദമ റീച്ച് പറയുമ്പോ വസലാണല്ലോ. അപ്പൊ നമ്മൾ വസൽന അൽ ബൈത്ത് വി സാറ്റ് അല്ല സോറി ജലസ്ന ഫി ഗുർഫ. സോല എന്ന് പറഞ്ഞാൽ മതി. ഉർഫ ബെഡ്റൂമിനൊക്കെ നമ്മൾ ഉർഫ നൗം അങ്ങനെയൊക്കെ പറയും. പക്ഷെ ജസ്റ്റ് ഹാളിന് ലിവിംഗ് റൂമിന് സോല എന്ന് പറയാം. സോല. ഓക്കെ, സോ ജലസ്ന ഫി സോല. അങ്ങോട്ട് എന്താ ചെയ്ത്? ആൻഡ് ടോക്ക്ഡ് അബൌട്ട് ദ ട്രിപ്പ്. പിന്നെ പറഞ്ഞു എന്നാണല്ലോ. അപ്പൊ തകല്ലംന നമ്മൾ സംസാരിച്ചു. നമ്മൾ പറഞ്ഞു തകല്ലംന അബൌട്ട് ദ ട്രിപ്പ് അൻ റിഹ്ല. റിഹ്ല. ഓക്കെ, അൻ റിഹ്ല. എന്ത്? ആൻഡ് ഓൾ ദ സിറ്റുവേഷൻസ് ദാറ്റ് ഹാപ്പൻഡ് ടു അസ്. സി ഓൾ ദ സിറ്റുവേഷൻ വക്കുല്ലു സിറ്റുവേഷന് മവാഖിഫ് എന്നാ പറയാ. മവാഖിഫ് അല്ലേ. അല്ല മവാഖിഫ് പാർക്കിങ്ങിനും സെയിം തന്നെയാണ് സിറ്റുവേഷനും പറയാം. ഓക്കെ, മവാഖിഫ്. ഇതിപ്പോ പറയുമ്പോ നമുക്ക് ഇതിപ്പോ ഇവര് ചിലപ്പോ പറയുമ്പോ അവ കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോ ഞാൻ മവാഖിഫ് ആ പാർക്കിങ്ങിന്റെ വേർഡ് മാത്രം തലയിൽ ഓർമ്മ കിട്ടും. അത് മവാഖിഫിന്. ഇപ്പൊ നിങ്ങൾക്ക് മവാഖിഫ് എന്ന് കിട്ടും. ഹാലാത്ത് എന്ന് പറയാം. ഹാലാത്ത്
ഹാലാത്തല്ലേ ആ സംഭവങ്ങൾ എന്നുള്ള രീതിയിൽ. പക്ഷെ മവാഗിഫിന് സിറ്റുവേഷൻസ് എന്നുള്ള മീനിങ്ങും ഉണ്ട് കേട്ടോ. പാർക്കിങ്ങും ഉണ്ട് മവാഗിഫ്, സിറ്റുവേഷൻസ് എന്നുള്ള മീനിങ്ങും മവാഗിഫിന് വരുന്നുണ്ട്. അപ്പൊ ചില വേർഡ്സ് അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ മറ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. മറക്ക് കുറേ മീനിങ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ചില കുറേ അറബിക്ക് ഒറ്റ വേർഡിന് തന്നെ പല മീനിങ്സ് ഉണ്ട്. പല മീനിങ്സിൽ പിന്നെ അതേപോലെ ഒരു വേർഡിന് തന്നെ പല മീനിങ്സിന് തന്നെ ഒറ്റ വേർഡ് ഉണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സോ എന്താണ്? സോ വതകല്ലംന അൻ റിഹ്ല വകുല്ലു മവാഖിഫ് അല്ലെങ്കിൽ വകുൽ ഹാലാത്ത് അല്ലി സാറത്ത് മഅന ലെ ദാറ്റ് ഹാപ്പൻ ടു അസ്. സോറ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, സോറ ഹാദിസ, ഓർമ്മയില്ലേ? അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? സോറത്ത്. സോറത്ത് മഅന, ഹാപ്പൻഡ് വിത്ത് അസ്. സോറത്തിനാന്ന് പറയാം, ദാറ്റ് ഹാപ്പൻ ടു അസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഏതൊക്കെ വന്നു ഇവിടെ? വസല വന്നു, ജലസ വന്നു, 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 മവാഗിഫ്. മറ്റത് 4 വേർബ്സ് ആണ്. മവാഗിഫ് പിന്നെ എന്താണ്? അഡ്ജക്റ്റീവോ സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത്? ഇംഗ്ലീഷിൽ എന്താ നമ്മളതിന് പറയാം? ഏതായാലും അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് റീച്ച് പറഞ്ഞു, സാറ്റ്, ടോക്ഡ്, ഹാപ്പൻ പറഞ്ഞു, ഇതൊക്കെ വേർബ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. ആഫ്റ്റർ ഐ സ്റ്റഡീഡ് ദ ലെസൺ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്. After I studied بعدما درست എന്താണ് സിഹ ലെസണ് സിഹ അത് ക്ലാസ് ആണ്. സോറി, ദറസ് 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 സിഹ എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആണ് കേട്ടോ. സിഹ പറയരുത്. സിഹല ഹിസ്സയാണ് ഉദ്ദേശിച്ചത്. ഹിസ്സ ഹിസ്സയാണ് അങ്ങോട്ടും ഉദ്ദേശിച്ചത്. മാറില്ലേ? സോയും ഹായും മാറിപ്പോയി. സോറി. ബാദമാ ദറസത്ത ദറസ് and understood it. ഫഹിംത ഫഹിംത് എന്താണ്? I was able to explain. I can explain it to my classmate. I can. അപ്പൊ I can പറയണമെങ്കിൽ ഖദ്ദർത്തല്ലേ? ഖദ്ദർത്ത്. ഇത് I could എന്നുള്ളത് കേട്ടോ, പാസ്റ്റിലാണ്. I could explain to my classmate. അല്ലെങ്കിൽ സോ എക്സ്പ്ലെയിൻ എന്താ പറയാ? അഷ്റഹ്. അഷ്റഹ് മുന്നേ പഠിച്ചതാണല്ലോ, എവിടെയോ പറഞ്ഞതാണല്ലോ അഷ്റഹ്. പറഞ്ഞിട്ടുണ്ട്. ഗദർത്തു അഷ്റഹ് ലിസംലായി, അല്ലെങ്കിൽ ഇവിടെ നീ പിന്നെ മൈ ഫ്രണ്ട്സ് എന്നുള്ളതിന് അസ്ദിഖായി എന്നും പറയാം. ഓക്കെ, ടു മൈ ഫ്രണ്ട് അല്ലേ? അപ്പം ഇലാന്ന് പറയുന്നത് ഫ്രണ്ടിന് എന്നുള്ള ലിസൊദീഖി ഇൻ ഈസി ആൻഡ് ക്ലിയർ വേ. സോ അവിടെ നമ്മൾ ആ ക്ലിയർ വേ ഫസ്റ്റ് ബി ത്വരീഖ് അല്ലേ, മാർഗത്തിലൂടെ, സഹല വ വാലിഹ. സഹല അറിയാം. ഇവിടെ ത്വരീഖ് ഫെമിനൈൻ ആണ്, ത്വരീഖ നമ്മൾ പറയാം. അതുകൊണ്ട് സഹല വ വാലിഹ നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടോ? വാലിഹ നമ്മൾ പറയാനല്ലേ ബിത്വരീഖ് നമ്മൾ ഉപയോഗിക്കാം. ത്വരീഖ് ആ മാർഗത്തിലൂടെ. പിന്നെ വഴി എന്ന് പറയാം, നമ്മൾ വഴിക്ക് എന്താ പഠിച്ചത്? ആ വഴി. ഇപ്പൊ വേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മാർഗത്തിലൂടെ എന്നുള്ള അർത്ഥമുണ്ട്, ആ വഴി എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ? അതേപോലെ തന്നെ അറബിയിൽ ത്വരീഖിന് 2 അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് അല്ലേ? വാലിഹ അറിയാം അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിലതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഉപയോഗിക്കൊണ്ട് നിങ്ങൾക്ക് അറിയും. അപ്പൊ നമ്മൾ വാലിഹ പഠിച്ചു, ക്ലിയർ, സഹല് ഈസി പഠിച്ചു, മുഹിമ്മ ഇമ്പോർട്ടന്റ് പഠിച്ചു, ഹല്ല് സിറ്റുവേഷൻ അല്ലേ? ഈ ഹല്ല് വെച്ചിട്ട് കുറേ ഉണ്ട്. ഹല്ല് നമ്മൾ പഠിച്ചു. അതുപോലെ ഹാല് എന്ന് പറഞ്ഞാല് നമ്മളെ കണ്ടീഷന്, ഹല്ല് സൊല്യൂഷന്, പിന്നെ ഇപ്പൊ എന്താ ഉള്ളത്? ഹല്ല് വെച്ച് ഹല്ലു എന്ന് പറയുമ്പോൾ സ്വീറ്റ്. ഒക്കത്തിലും വെറും ഹായും പിന്നെ ലാമും ഉള്ളൂ. പക്ഷെ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്കും അതിൽ പല ഡിഫറെന്റ് മീനിങ്സ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരു വേർഡ് ഉണ്ടായിരുന്നു ഹായും ലായും വെച്ചിട്ട്, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, സോ ഇത്ര വേർഡ് തന്നെ